ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സ്പ്രിംഗ് റോൾ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഷീറ്റ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു സ്പ്രിംഗ് റോളാണിത്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി പറ്റും. ഒന്നുണ്ടാക്കി നമുക്ക് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണിത്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടെ തരാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ്, മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി ഞുറുക്കിയത്, അതിന് ഇതിൽ പച്ചക്കറിക്ക് വേണ്ട ഉപ്പൂടെ ഇട്ട്, പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവെള്ളം കൂടെ ഒന്ന് ചതച്ചതാണ്, അതും കൂടെ ഇട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി ഞുറുക്കിയതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൂടുതൽ നേരം ഇട്ട് വഴറ്റിയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയതും, വലുതാണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ ഒരു ക്യാപ്സിക്കം. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചേർക്കാനുള്ളത് ഇത് ചിക്കൻ, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ 3 വിസിൽ കേൾക്കുന്നവരെ വേവിച്ച് ചോപ്പ് ചെയ്തെടുത്തതാണിത്. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഈ കൂട്ട് തയ്യാറാക്കാൻ പറ്റും. കൂടുതൽ നേരം ഒന്നും ഇട്ട് ഇളക്കി ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് യോജിച്ച് വരണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവസാനം അതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറാണ് ചേർത്തിരിക്കുന്നത്. എരിക്ക് നമ്മൾ ചേർത്തത് കുരുമുളക് പൊടികൾ. പിന്നെ ഇത് ഷീറ്റ്, സമോസ ഷീറ്റ്, ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത സമോസ ഷീറ്റിനാണ്. ഇതിൻ്റെ വീഡിയോ അവസാനം ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയുന്നൊരു ഷീറ്റാണിത്. ഇത് വെച്ചാണ് നമുക്ക് റോള് തയ്യാറാക്കാൻ പോണത്. നമുക്ക് ഇതിൽ വെച്ച് തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇത് ഞാൻ സ്ക്വയറായിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതാണിത്. ഇതിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇങ്ങനെ വെച്ച് തന്നെയാണ് ഞാൻ റോള് തയ്യാറാക്കാൻ പോണത്. അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇങ്ങനെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദാമാവ് പച്ചവെള്ളം ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ റോള് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഷീറ്റാണിത്. ഇനി അതിലും എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൽ കോണിൽ നടുക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക.
എന്നിട്ട് ഇതേപോലെ മടക്കി സൈഡ് ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് മറ്റേതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് ചെറുതാണ്, നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് കുറച്ച് ചെറിയ സൈസിൻ്റെ ഇത്രയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസ നമുക്ക് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, ഞാൻ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലിട്ട് നമുക്ക് ഓരോ ഷീറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടനൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്കിത് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒട്ടും എണ്ണ കുടിക്കത്തില്ല ഇത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷീറ്റാണെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കുന്ന ഷീറ്റാണ് അതൊക്കെ. ഈ വീട്ടിൽ നമ്മൾ ഈ തയ്യാറാക്കിയ ഷീറ്റ് ആകുമ്പോൾ ഒട്ടും ഇതിൽ എണ്ണ കുടിക്കത്തില്ല. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ പുറത്തിരിക്കുന്ന എണ്ണ അത്രയും പോയി കിട്ടുകയും ചെയ്യും. അല്ലാതെ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു ഷീറ്റാണിത്. നമുക്ക് അടുത്ത ഈ ബാക്കിയും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഇഫ്താറിന് നോമ്പ് തുറക്കി ഇത് ഒന്ന് ഉണ്ടാക്കാൻ നോക്ക്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോളാണിത്. എൻ്റെ ഈ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഒത്തിരി സ്നേഹം. കണ്ടില്ലേ, നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസും ഒക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.